ഹലോ മക്കളെ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത ക്ലാസ്സുമായിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ എടുക്കും. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് വിജയിക്കും എന്നുള്ള കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത കഥയിലോട്ട് പോവാം. അടുത്ത കഥ എന്താണ്? ദ ഓഫർ. ദ ഫാർമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. ദ ഫാർമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. ഐ ആം സോറി യുവർ മജസ്റ്റി, please allow me to take my coin. I am sorry, Your Majesty. Please allow me to take my coin. Forget your coin. Take two gold coin instead, offered the king. Forget your coin. Take two gold coins instead, offered the king. Sorry, Your Majesty. The farmer refused. I am sorry, Your Majesty. The farmer refused. അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കർഷകന് സ്വർണ്ണ നാണയം എടുക്കാൻ വേണ്ടി നമ്മുടെ കൊട്ടാരത്തിലോട്ട് വന്നപ്പോൾ എന്താണ്, കൊട്ടാരത്തിലെ ഭടൻ നമ്മുടെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ രാജാവിന് നമ്മുടെ കർഷകന്റെ കഥകളെ കേട്ടപ്പോൾ രാജാവിനൊരു തമാശ തോന്നുന്നുണ്ട്. രാജാവ് പറയണത്, നിങ്ങളുടെ സ്വർണ്ണ നാണയത്തെക്കുറിച്ച് നിങ്ങൾ മറന്നോളൂ, ഞാൻ നിങ്ങൾക്കൊരു സ്വർണ്ണ നാണയം തരാമെന്ന് പറയാണ്. അപ്പോൾ അതുവരെയാണ് എന്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം അടുത്തതായിട്ട് എന്താണ് നമ്മുടെ കഥയിൽ നോക്കാം. ദ ഫാർമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇത് കേട്ടപ്പം നമ്മുടെ കർഷകൻ ആ കൺഫ്യൂഷനായി. മീൻസ് നമ്മുടെ കർഷകന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ലാതായി. കാരണം എന്താണ്, നമ്മുടെ രാജാവ് പറയാണെന്ത്, നിങ്ങളുടെ സ്വർണ്ണ നാണയത്തെക്കുറിച്ച് നിങ്ങൾ മറന്നോളൂ, പകരം എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഒരു സ്വർണ്ണ നാണയം തരാം, അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ. അപ്പം നമ്മുടെ കർഷകന് ഇവിടെ കൺഫ്യൂഷനായി. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യത്തിലൊരു തീർപ്പില്ലാത്തൊരവസ്ഥയായി. അപ്പോൾ ഒന്നുകിൽ എൻ്റെ കോയിൻ എടുക്കണോ അല്ലെങ്കിൽ രാജാവ് തരുന്നത് വാങ്ങണോ, ആ ഒരു കാര്യത്തിൽ എന്താണ് നമ്മുടെ കർഷകൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഐ എം സോറി യുവർ മജസ്റ്റി. എന്നോട് ക്ഷമിക്കണം എൻ്റെ മജസ്റ്റി. മജസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജഭരണകാലത്ത് നമ്മുടെ രാജാവിനെ അദ്ദേഹത്തിൻ്റെ അണികൾ, മീൻസ് അദ്ദേഹത്തിൻ്റെ ഭടന്മാരും അണികളും ഒക്കെ അദ്ദേഹത്തെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് മജസ്റ്റി എന്ന് പറഞ്ഞാൽ. മജസ്റ്റിക്ക് ഒരുപാട് അർത്ഥമുണ്ട്. മീൻസ് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാട്ടോ. പ്ലീസ് അലോ മീ ടു ടേക്ക് മൈ കോയിൻ. എൻ്റെ രാജാവേ, എൻ്റെ പൊന്നു രാജാവേ, എന്നെ എൻ്റെ സ്വർണ്ണ നാണയം എടുക്കാൻ അനുവദിച്ചാലും. അങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ രാജാവ് പറയാണ്, ഫോർഗെറ്റ് യുവർ കോയിൻ, ടേക്ക് ടു ഗോൾഡ് കോയിൻ ഇൻസ്റ്റെഡ്, ഓഫേർഡ് ദ കിങ്. നിങ്ങൾ നിങ്ങളുടെ സ്വർണ്ണ നാണയം മറന്നു കളഞ്ഞേക്കൂ, പകരം ഞാൻ നിങ്ങൾക്ക് 2 സ്വർണ്ണ നാണയം തരാം. നമ്മുടെ രാജാവ് എന്താണ് അദ്ദേഹത്തിനോട് പറയാണെന്ത്, നിങ്ങൾ നിങ്ങളുടെ സ്വർണ്ണ നാണയം മറക്കൂ, അത് നിങ്ങൾ എടുക്കണ്ട, പകരം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നിന് പകരം ഞാൻ 2 എണ്ണം തരാം. നമ്മുടെ രാജാവ് അദ്ദേഹത്തോട് പറയാണ്, സോറി യുവർ മജസ്റ്റി, ദ ഫാർമർ റിഫ്യൂസ്ഡ്. എന്നോട് വീണ്ടും ക്ഷമിക്കണം എൻ്റെ രാജാവേ. എന്താണ് നമ്മുടെ ഫാർമർ അത് സ്വീകരിക്കുന്നില്ല, നമ്മുടെ കർഷകൻ അത് റെഫ്യൂസ് ചെയ്യാണ്. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കുകയാണ്. മൈ കോയിൻ ഈസ് സോ പ്രിഷ്യസ് ടു മീ, ഹീ സെയ്ഡ്. എൻ്റെ നാണയം അതെനിക്കറിയാം, ഒരൊറ്റ നാണയമേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് 2 എണ്ണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എൻ്റെ നാണയം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ, എൻ്റെ വിയർപ്പൊഴുക്കി ഞാൻ ഉണ്ടാക്കിയ എൻ്റെ നാണയം, അതെനിക്ക് വളരെ വിലപ്പെട്ടതാണ് രാജാവേ. എൻ്റെ നാണയം എന്താണ്, സോ പ്രിഷ്യസ്. പ്രിഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിലപ്പെട്ടത്. ടു മീ ഹീ സെയ്ഡ്, അദ്ദേഹം പറയാണ്. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻ ഹി ഓഫേർഡ്. അപ്പോൾ എന്താണ് നമ്മുടെ രാജാവ് അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർണ്ണനാണയങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. അതായത് ആദ്യം 1 കൊടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ 2 ആയി, പിന്നെ 3 ആയി, 4 ആയി, 5 ആയി, അങ്ങനെ അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാം. ഹി ഓഫേർഡ് അദ്ദേഹം കൊടുക്കുന്നതിൻ്റെ 10 കോയിൻ, 100 കോയിൻ, 1000 കോയിൻ ആൻഡ് സോ ഓൺ. അതെന്തായി, 10 നാണയമായി, 100 നാണയമായി, 1000 നാണയമായി, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. 10 എന്ന് പറഞ്ഞാൽ 10 ആണ്, 100 എന്ന് പറഞ്ഞാൽ 100 ആണ്, 1000 എന്ന് പറഞ്ഞാൽ 1000 ആണ്. ബട്ട് ദ ഫാർമർ വാസ് സ്റ്റിൽ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ. പക്ഷെ അപ്പോഴും നമ്മുടെ കർഷകൻ എന്താണ്, നമ്മുടെ രാജാവ് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു ഓഫറുകളും സ്വീകരിക്കാൻ റെഡി അല്ലായിരുന്നു. കാരണം നമ്മുടെ കർഷകന് അത്രയും വിലപ്പെട്ടതായിരുന്നു കർഷകൻ്റെ ആ ഒരു സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ. ബട്ട് ദ ഫാർമർ വാസ് സ്റ്റിൽ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ. ബട്ട് ദ ഫാർമർ വാസ് സ്റ്റിൽ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ താഴെയായിട്ട് 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ എന്താണ്, വൈ ഡിഡിൻ ദ ഫാർമർ അക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കർഷകൻ രാജാവ് തന്ന ആ ഒരു ഓഫർ സ്വീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും, നിങ്ങൾ ചിന്തിച്ചു നോക്കി. കാരണം നമ്മുടെ രാജാവ് അദ്ദേഹത്തിന് 1000 കോയിൻ വരെ തരാമെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ എന്നിട്ടും നമ്മുടെ കർഷകൻ എന്താണ്, ഇത് സ്വീകരിക്കാതിരിക്കുകയാണ്. കാരണം അത്രയും വിലപ്പെട്ടതാണ് കർഷകൻ്റെ ആ ഒരു സ്വർണ്ണ നാണയം എന്ന് പറയുന്നത്. കാരണം രാജാവ് കൊടുക്കുന്നതൊക്കെ വെറുതെ കൊടുക്കുന്നതാണ്.
പക്ഷെ നമ്മുടെ കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ ഒരുപാട് കാലത്തെ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ത് ആ ഒരൊറ്റ ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണെന്ത് അദ്ദേഹം എനിക്ക് നിങ്ങളുടെ തരുന്ന ഒരു ഓഫറും വേണ്ട രാജാവേ, പകരം എനിക്ക് എൻ്റെ സ്വർണ്ണ നാണയം എന്നെ എടുക്കാൻ അനുവദിച്ചാൽ മതിയെന്ന് നമ്മുടെ കർഷകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഫ് യു വേർ ദ ഫാർമർ, വാട്ട് വുഡ് യു ഡു? നിങ്ങളായിരുന്നു കർഷകൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേന്ന് നമ്മോട് ചോദിക്കുന്നു. സോ നിങ്ങൾ പറയും മക്കളെ, നമ്മളാണ് നമ്മുടെ കർഷകന്റെ സ്ഥാനത്ത് നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ 1000 കോയിൻ സ്വീകരിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ ആ ഒരൊറ്റ കോയിൻ എടുക്കാൻ വേണ്ടി നമ്മുടെ രാജാവിനോട് അപേക്ഷിക്കുമോ? നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? സോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക കേട്ടോ. പറ്റുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് അതാത് സമയത്ത് എന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം നമുക്ക് എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതണം, അടിപൊളിയായിട്ട് വിജയിക്കണം കേട്ടോ. സോ താങ്ക് യു മക്കളെ.